സാർ നമസ്കാരം. നേഷൻ ഫസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. സാർ, ഈ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 1996 സാർ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 എന്നാണ് വായിച്ചറിവ്. അപ്പോൾ ഈ ഇത്രയും വർഷത്തിനിടയിൽ SNDP സമുദായത്തിന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് എന്നും അദ്ദേഹം ഒരു കരുത്തുറ്റ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നും ഒരു ഭാഷ്യമുണ്ട്. സർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടതി ഇടപെട്ട് പുറത്താക്കിയിരിക്കുന്നു. സർ, ഇത് സമുദായത്തിന്, SNDP സമുദായത്തിന് എത്ര കണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബാധകമാകും? കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ വലിയ ബഹുമതികൾ, പത്മഭൂഷൺ വരെ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയാത്ത വിഷയങ്ങളില്ല, സംസാരിക്കാത്ത വിഷയങ്ങളില്ല. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഏത് മുന്നണിയായിരുന്നാലും ഹിന്ദു ഭൂരിപക്ഷ മുന്നണിയിൽ പ്രത്യേകിച്ച് LDFൻ്റെ വോട്ടിനെ ബാധിക്കുമോ അതോ UDFൻ്റെ വോട്ടിനെ ബാധിക്കുമോ? ഇത് എന്തായിത്തീരും ഇത് ഈ സമകാലിക രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ? ദേവദാസ് ആദ്യം സൂചിപ്പിച്ചില്ലേ, 96 അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 വർഷമാണ്. 30 വർഷമായിട്ട് ആ കസേരയിലിരിക്കുകയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഒരു സമുദായത്തിന്, കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും സ്വത്തുവകകളും ഒക്കെയുള്ള ഒരു വലിയ സ്ഥാപനമാണ് SNDP യോഗം എന്ന് പറയുന്നത്. അതിന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും വിദേശത്തും അതിന്റെ സംഘടന ശാഖകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രബലമായ, അതേപോലെ തന്നെ ഹിന്ദു സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമുദായവുമാണ് SNDP, പിന്നെ ഈഴവ സമുദായം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമുദായ സംഘടനയുടെ തലപ്പത്ത് 30 വർഷം ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായിട്ട് അദ്ദേഹം ഇരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ നീക്കുന്നത് എങ്ങനെയാണ്? സമുദായത്തിന്റെ ഇടയിൽ അല്ലെ സംഘടനയ്ക്കിടയിൽ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല അദ്ദേഹം നീക്കം ചെയ്യപ്പെടുന്നത്. ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇപ്പൊ നാളെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പാനലിലെ ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സമുദായത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെ ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം വളരെ വിജയിച്ചൊരു നേതാവാണ്, വളരെയേറെ വിജയിച്ച നേതാവാണ്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംസാരമായിരുന്നു എന്ന് തോന്നുന്നു. ആ സമുദായത്തിന് വേണം, എന്റെ സമുദായത്തിന് വേണം, എന്റെ സമുദായത്തിന് ആവശ്യത്തിനുള്ള അവകാശങ്ങൾ എനിക്ക് കിട്ടിയിരിക്കണം. അതിന് കിട്ടുന്നതിന് അദ്ദേഹം അത് തുറന്നു പറയുന്നതിന് യാതൊരു മടിയുമില്ല അദ്ദേഹത്തിന്. അത് ആരോടാണെങ്കിലും അദ്ദേഹം പറയുകയും ചെയ്യും, പൊതുവേദിയിലാണെങ്കിലും പറയുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ നിലമ്പൂരിലെന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കേട്ടില്ലേ, മലബാറിൽ ചെന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ അതിന് ശക്തമായിട്ട് സംസാരിച്ച അദ്ദേഹം. അതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പഴിദോഷങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. പക്ഷെ പറയുന്നതിനൊരു മടിയുമില്ല. അതേപോലെ തന്നെ തിരുവിതാംകൂറിലും അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അത് വോട്ട് ബാങ്കിനെ എത്ര സ്വാധീനിക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. ഇപ്പൊ അയ്യപ്പദാസ് പറഞ്ഞ കോടതി വിധി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധി പ്രകാരമാണ് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ്. അതായത് കമ്പനി നിയമങ്ങൾ അദ്ദേഹം പാലിച്ചില്ല എന്നുള്ളതാണ്. SNDP യോഗവും അതിന്റെ ഡയറക്ടർമാരും കമ്പനി നിയമങ്ങൾ പാലിച്ചില്ല. 61 കമ്പനി നിയമങ്ങൾ പാലിച്ചില്ല. അപ്പൊ അത് കേരളത്തിൽ മാത്രമല്ല, പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തിലും, ഇന്ത്യക്ക് പുറത്തും പിന്നെ കേരളത്തിന് പുറത്തും ഇതിന് ശാഖകൾ ഉള്ളത് കൊണ്ടും അപ്പൊ ഈ കേരളത്തിലെ നിയമം ബാധകമല്ലെന്നൊക്കെയാണ് യോഗം വാദിച്ചത്. പക്ഷെ അതൊന്നും കോടതി അംഗീകരിച്ചില്ല. അപ്പൊ നിങ്ങൾ 3 വർഷത്തിലൊരിക്കൽ സ്റ്റേറ്റ്മെന്റ് തരണമെന്നുള്ളതും കണക്കുകൾ തരണമെന്നുള്ളതും ഉള്ള നിയമങ്ങൾ പാലിച്ചില്ല. പിന്നെ അതിന്റെ പേരിൽ നടപടിയും വരുന്നെന്നാണ് പറയുന്നത്. അതായത് നടപടി എന്ന് പറഞ്ഞ് ഫൈന്, പെനാൽറ്റി ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ അതാണ് കേസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് അപ്പീലുണ്ടാകും. ഇപ്പൊ സിംഗിൾ ബെഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്, കേസ് വന്നിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ വരെ, ഒരുപക്ഷെ സുപ്രീം കോടതി വരെ വലിയ വ്യവഹാരമാണ്. കമ്പനി നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, അതൊന്നും പെട്ടെന്നൊന്നും തീരത്തില്ല. അത് പെട്ടെന്നൊന്നും തീരുന്ന കാര്യങ്ങളല്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏജിലാണ്, ഇവിടെ പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. 87, 88 മറ്റോ വയസ്സുണ്ട് അദ്ദേഹത്തിന്. സാർ, ഒരു സംശയം. ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ്. അതിന് ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം തിരിച്ചു വരുമോ സാർ? പറയാനൊക്കത്തില്ല. കമ്പനി നിയമങ്ങളല്ലേ ഇതിനകത്തിൽ അഴകിരിയൊക്കെ പരിശോധിക്കേണ്ടതായ നിയമങ്ങളാണ്. ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാം. ഏതായാലും സാർ, ഈ പറയുന്ന കോടതി പരാമർശം വരുന്ന അവസരത്തിൽ സാറ് പറഞ്ഞ പോലെ ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവ്, ഒരു വലിയ സമുദായം, അതും LDFനോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPMനോട് ചേർന്ന് നിൽക്കുന്നത്. സാർ, ഇത് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ
CPM-ന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മുമ്പേ അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം സമുദായത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഏത് മുന്നണിയിലാണെങ്കിലും, LDF-ലാണെങ്കിലും ശരി, UDF-ലാണെങ്കിലും ശരി. LDF-നോടൊപ്പം നിൽക്കുന്നെങ്കിലും അദ്ദേഹം എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നതും ഹിന്ദുക്കളെ ഉള്ള മന്ത്രിസഭയാണ് ഇത്. പക്ഷെ ഇതിനകത്ത് എത്ര ഈഴവ സമുദായക്കാരുണ്ട്? അതെടുത്ത് ചോദിക്കുന്ന കാര്യം അതാണ്. LDF-നകത്ത് എത്ര ഈഴവ സമുദായക്കാരുണ്ട്? ഞങ്ങളെക്കാട്ടിൽ, ഈഴവ സമുദായത്തെക്കാട്ടിൽ കൂടുതൽ നായർ സമുദായത്തിലുള്ള മന്ത്രിമാർ ഇതിനകത്തിലില്ലേ എന്ന് അദ്ദേഹം LDF-നോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ കാര്യത്തിലേക്ക് വരിക. ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്തൊരു യുദ്ധം നടക്കുന്നതിന്റെ ഒരു കാര്യം, MP-മാർ മത്സരിക്കണമെന്ന് പറയുന്നതിനകത്തൊരു ഒരു പൊളിറ്റിക്സ്, ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴേ UDF അഥവാ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ടോപ്പ് അല്ലെങ്കിൽ ധനകാര്യമന്ത്രി അത്തരത്തിലേക്കൊക്കെ പരിഗണിക്കപ്പെടാവുന്ന പേരുകൾ നമ്മളിപ്പോ നോക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇനി അഥവാ KC വേണുഗോപാൽ തന്നെ വന്നെന്നിരിക്കട്ടെ, വരികയാണെന്നുണ്ടെങ്കിൽ ഈ 4 പേര് ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണ്? 4 പേര് നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അല്ലേ? അപ്പോൾ ഈഴവർക്ക് സ്ഥാനമുണ്ടോ അവിടെ? ഈഴവർക്ക് സ്ഥാനം കിട്ടുന്നുണ്ടോ? ഇല്ല. അതാണ് കണ്ണൂരിൽ അടയുന്നത്. കണ്ണൂരിൽ സുധാകരൻ അടയുന്നു അല്ലേ? ഇപ്പോഴും ഇന്നലെ ഡൽഹിയിൽ തിരിച്ചു വന്നപ്പോ ഇപ്പോഴും അടയുകയാണ് സുധാകരനെ അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശ് വളരെ വളരെ അർഹതപ്പെട്ട ആളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ദീർഘകാല പാരമ്പര്യമുള്ള നേതാവാണ്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമുക്ക് ഈ വിഷയത്തിന്റെ നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ, അതായത് സാർ എൻ്റെ ഒരു ചോദ്യം കൂടെ സാർ ഇതിലുണ്ട്. നമ്മൾ പെട്ടെന്ന് വിഷയം മാറിപ്പോകുന്നതാണ് സാർ, മറ്റൊന്നും ധരിക്കണ്ട. അതായത് ഈ പറയുന്ന പോലെ BJP അവരുടെ BDJS എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുന്നണി കേരളത്തിൽ BJP-യെ വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക്. നമ്മൾ SNDP സമുദായത്തെക്കുറിച്ച് പറഞ്ഞു, CPM-ന്റെ വോട്ടിനെ കുറിച്ച് പറഞ്ഞു. സർ, SNDP സമുദായത്തിൽ നിന്ന് എത്രയോ വോട്ട് BDJS-ലേക്ക് പോയി, അതായത് അത് BJP-യിലേക്ക് പോയി. സർ, ഇനി BJP മുന്നണിയിൽ, NDA മുന്നണിയിൽ ഇവർക്ക് എന്തെങ്കിലും അവമതിപ്പ് ഇതുകൊണ്ടുണ്ടാകുമോ? തുഷാർ വെള്ളാപ്പള്ളിക്കും ടീമിനും? അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. തുഷാർ വെള്ളാപ്പള്ളി ഇതിനെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഹൈക്കോടതി വിധിയെ നമ്മൾ ഇതുമായിട്ട് ഒന്നും കൂട്ടിക്കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ ആ വിധി വന്ന ശേഷം അയ്യപ്പദാസ് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിരുന്നോ? സോഷ്യൽ മീഡിയയിലെ അതിശക്തമായ സപ്പോർട്ടാണ് ഇവർക്ക് വന്നുകൊണ്ട്, അച്ഛനും മകനും അതേപോലെ തന്നെ യോഗം പ്രസിഡന്റ് സോമനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രശ്നമല്ല, നിങ്ങളെ കോടതി അങ്ങനെ അയോഗ്യനായിട്ട് മാറ്റിയെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കിടക്കുകയാണെന്നാണ് പറയുന്നത്. അത് ആ സമുദായം പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളുടെ മനസ്സിൽ താങ്കൾ തന്നെയാണ് നേതാവ്, വെള്ളാപ്പള്ളി തന്നെയാണ് ഞങ്ങളുടെ നേതാവ്, സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന നേതാവ് താങ്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. BJP-യെ സംബന്ധിച്ചിട്ട് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞില്ല, അവരുടെ കുടുംബത്തിൽ മറ്റൊരു പൊളിറ്റിക്സ് ആണ് ഉള്ളത്. വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് അത് പറയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ NSS-മായിട്ടുള്ള ഇഷ്യൂ തന്നെ വന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേറൊരു രാഷ്ട്രീയമാണുള്ളത്. അത് വളരെ നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുമാണ്. പക്ഷെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിന്റെ പേരിൽ ഒരു അയോഗ്യത വന്നു എന്ന് കരുതിയിട്ട് ഇതിപ്പോ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കുന്ന വിഷയങ്ങളല്ല. അല്ല സാർ, ഇതിന്റെ സ്റ്റേ ഓർഡറോ സംഗതികളോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുകയോ മറ്റോ ഉണ്ടാകുമോ? അത് സാർ അങ്ങനെ സാറിന് പറയാൻ കഴിയുമോ? അതുണ്ടാകാം. അപ്പീല് നമ്മൾ പറഞ്ഞ ഒരു പക്ഷേ തിങ്കളാഴ്ച തന്നെ അപ്പീല് വരാവുന്നതാണ്. അപ്പീല് അവർ കൊടുക്കാവുന്നതാണ്. അതിനകത്തൊരു സ്റ്റേ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാം. തുടർന്നും ഈ വിഷയത്തിന്റെ സാറ് പറയുന്ന പോലെ ഈ വിഷയത്തിൽ തുടർന്നും ഇതിന്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് നമുക്ക് തുടർന്നും സംസാരിക്കാം.